ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ വണ്ടി കഴുകുന്നതാണ് കാണുന്നത് കേട്ടോ. ഞാൻ വണ്ടി കഴുകാൻ തീരുമാനിച്ചു. എനിക്കൊരു 2 വീലറുണ്ട്. അതാണത്. നമ്മൾ സ്ത്രീകൾക്ക് ഒരു 2 വീലർ ഉള്ളതൊരു നല്ലൊരു കാര്യമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ഓട്ടോയാണെന്ന് നോക്കി നിന്നാൽ നമുക്ക് കിട്ടില്ല. അത് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ആവശ്യത്തിന് നോക്കി നിന്നാൽ കിട്ടില്ല, അല്ലെങ്കിൽ ഇഷ്ടം പോലെ പോകും. അപ്പം നമുക്കൊരാവശ്യത്തിന് ഒരു ഓട്ടോ നോക്കിക്കാനും ഒന്നിനും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. എനിക്കൊരു കസ്റ്റമർ ഒരു ചുരിദാർ എടുത്ത് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടുവരുന്ന മെറ്റീരിയൽ എടുക്കുന്നതും അതുപോലെ നമുക്ക് അവരുടെ വർക്കെല്ലാം നമുക്കാണ് തരുന്നത്. അപ്പം ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഒരു ചുരിദാർ എടുത്ത് തയ്ച്ച് കൊടുക്കാൻ പറഞ്ഞേക്കുവാണ്. അപ്പോൾ അത് തയ്ക്കാനായിട്ട് ഒരു തുണി എനിക്ക് എടുക്കണം. അപ്പോൾ അത് എടുക്കാൻ പോകാനായിട്ടാണ് ഞാൻ പോകുവാണ്. അതെടുത്ത് തയ്ക്കണം. വണ്ടി കയറാൻ പോയപ്പോഴാണ് വണ്ടി കഴുകി, ഇപ്പോൾ ചവിട്ടി കഴുകി ആ സൈഡിൽ വെച്ചേക്കുമായിരുന്നു. അതെടുത്തിടാൻ മറന്നുപോയി. അപ്പോൾ അതെടുത്ത് ഇടുവാണ്. എന്നിട്ട് ഇനി നേരെ ടൗണിൽ പോകണം. തൊടുപുഴയാണ് ഞങ്ങളുടെ വീട്. തൊടുപുഴയിലെ ഏതെങ്കിലും ഷോപ്പിൽ എനിക്കിഷ്ടമുള്ളതാണ്ടോ ഞാൻ എടുക്കുകയുള്ളൂ. എൻ്റെ ഇഷ്ടത്തിന് എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാലും നല്ലത് നോക്കി ഞാൻ എത്ര കടകൾ കയറാനും മടിയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല സാധനം എടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ തൊടുപുഴയിലെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകണം. അക്കരെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു ഷോപ്പുണ്ട്. അവിടെ ചെല്ലാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നു. അത്യാവശ്യം നല്ലൊരു ചുരിദാർ ഞാൻ കണ്ടു. പിന്നെ റേറ്റ് 3000 ആണ് വരുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ കാണുന്ന അതാണ് ഞാൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ആ ചേച്ചിമാരെന്നോട് ചോദിച്ചു, എന്താ വീഡിയോ എടുക്കണോടപ്പോൾ ചോദിച്ചു കേട്ടോ, എന്താ എടുക്കണേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാം എന്നെല്ലാം പറഞ്ഞു. നല്ലൊരു ചേച്ചിയായിരുന്നു എനിക്ക് എടുത്തു തന്നത്. കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു ക്രിസ്റ്റലിൽ ഹൈപ്പർ മാർക്കറ്റിൽ. അവിടെ കയറി മോൾക്ക് കുറച്ച് സാധനങ്ങൾ പെയിൻറ്റിങ്ങോ അങ്ങനെ ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ അതുകൊണ്ട് ചെറിയ പർച്ചേസിങ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയതായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മോളുടെ ഐറ്റംസ് വേറെ ഉണ്ട്. അത് അവൾ നിരത്തി വെച്ചേക്കണു. ഇനി അത് ഓരോന്നെല്ലാം എടുത്തിങ്ങനെ നോക്കും. ഞങ്ങൾക്ക് ചോറുണ്ടണമായിരുന്നു. കറിയെല്ലാം വെച്ചിട്ടാണ് പോയത്. കോവയ്ക്ക തോരൻ വെച്ചു. അതിൽ മുട്ടയും കൂടി പൊട്ടിച്ചിട്ടിട്ട് അത് ചിക്കി, അങ്ങനെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഇഷ്ടം അതാണ്. അപ്പോൾ മുട്ട ഇല്ലായിരുന്നു കേട്ടോ വീട്ടിൽ. വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാമല്ലോ എന്ന് ഓർത്തു. ഞാൻ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് റെഡിയാക്കണയാണ് ആ കാണുന്നത്. അതിനിടയിൽ മോള് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ക്യാമറ ഗേൾ എൻ്റെ മോളാണ് കേട്ടോ. 10th പഠിക്കുന്നത്. ഇപ്പോൾ എക്സാം എഴുതിയിട്ടിരിക്കുവാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.